അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. റോമർ 5:3-4. ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിട്ടിട്ടില്ലാത്ത ആരുണ്ട്? ദാരിദ്ര്യവും മറ്റു പലവിധ പ്രതികൂല സാഹചര്യങ്ങളും അലട്ടിയിട്ടില്ലാത്ത ആരുമില്ല. പ്രതിസന്ധികൾക്കൊരു വലിയ ഗുണമുണ്ട്. അത് നമ്മെ അനേകം നല്ല പാഠങ്ങൾ പഠിപ്പിക്കുകയും ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും. തീയിൽ ഒരുക്കിയെങ്കിൽ മാത്രമേ സ്വർണം മേന്മയുള്ളതാവൂ. ജീവിതം അങ്ങനെയാണ്. സുഖം, സമൃദ്ധി, സ്ഥാനമാനങ്ങൾ തുടങ്ങിയവ പലരെയും അഹങ്കാരികളും ക്രൂരരുമാക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വേദനയും കഷ്ടവും രോഗവും ദുഃഖവും അനേകരുടെ ജീവിതത്തെ മഹത്തരമാക്കിയിട്ടുണ്ട്. ആകയാൽ പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ അവയെ ലഭിച്ചതിലൂടെ ജീവിതത്തിൽ സാധ്യമായി തീരേണ്ട മഹത്തരമായ അനുഭവങ്ങൾ പ്രാപിക്കുന്നതിന് സന്തോഷപൂർവ്വം അവയെ സ്വീകരിക്കുവാൻ നാം തയ്യാറാകണം. അപ്പോൾ കഷ്ടങ്ങൾ നമ്മെ പ്രശോഭിപ്പിക്കുന്ന മുത്തുകളായി രൂപാന്തരപ്പെടും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.